ഈവൻ ദോ ഞാൻ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും പബ്ലിഷ് ചെയ്തില്ലെങ്കിലും എഡിറ്റ് ചെയ്തില്ലെങ്കിലും റെക്കോർഡ് ചെയ്യും. അധികമൊന്നും സാറ്റിസ്ഫാക്ഷൻ തരാത്ത പല ഹാബിറ്റ്സ് ആണല്ലോ നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തത്. ആ ഹാബിറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്രോസ് മാർക്ക് സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോളിലേക്ക് നമ്മൾ ഡെയിലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അവെയർ ആകുന്ന സിറ്റുവേഷൻ അത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. ഈ ടൈം ഒരു ഹാബിറ്റ് നമ്മൾ ചെയ്തിട്ട് ആ ചെയ്ത ഉടനെ ഇൻസ്റ്റന്റേനിയസ്ലി ആ ഹാബിറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലിൻ്റെ ഉള്ളിൽ ക്രോസ് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ലഭിക്കുന്ന ഗ്രാറ്റിഫിക്കേഷൻ തന്നെയാണ് ഈ ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഈ നാലാമത്തെ ഫ്രെയിം വർക്ക് ആയിട്ടുള്ള ഈ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ചായിരിക്കും ഈ രണ്ടാമത്തെ ഫ്രെയിം വർക്ക് ആയിട്ടുള്ള മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നുള്ള ഫ്രെയിം വർക്ക് വർക്ക് ചെയ്യുക. ഈ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി അട്രാക്റ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്താണ് ഹാബിറ്റ് ട്രാക്കർ എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ എന്തിനാണ് വൈ ഹാബിറ്റ് ട്രാക്കർ എന്നുള്ളത് മനസ്സിലായി. ഇനി ഒരു ഹാബിറ്റ് ട്രാക്കർ എങ്ങനെ അനലൈസ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് വെച്ചു. ഞാൻ സിംപ്ലി മൊബൈൽ എടുക്കുകയാണ്. ഞാൻ ക്ലോസ് അപ്പ് ആയിട്ട് കാണിച്ചു തരാം. ഹാബിറ്റ് ട്രാക്കർ ടെംപ്ലേറ്റ് 2024 ഹാബിറ്റ് ട്രാക്കർ ആണത്. ഓരോ മാസം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് മാസത്തിലാണോ ഈ ഒരു സെറ്റ് ചെയ്യുന്നത് അത് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുക. ഒക്ടോബർ മാസത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മളെ ഹാബിറ്റ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്തു. എന്നാണ് നമ്മൾ ചെയ്യുന്നത്, ആ ചെയ്യുമ്പോൾ ഒരു ക്രോസ് മാർക്ക് ഇടും. ഇതാണ് കൺസെപ്റ്റ്. ഇതിൽ നമുക്ക് എടുത്തു നോക്കിയാൽ കുറെ ക്രോസും കുറെ ഗ്യാപ്പുകളും കാണാം. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു, ഇവിടെ ഗ്യാപ്പ് വന്നു, ഇവിടെ വലിയ ഗ്യാപ്പ് വന്നു, ഇവിടെ കുറച്ചും കൂടി ഗ്യാപ്പ് വന്നു, ഇവിടെ ഒരു വലിയ ഗ്യാപ്പ്. ഇതെങ്ങനെ അനലൈസ് ചെയ്യും എന്ന് വെച്ചാൽ ഒറിജോണൽ ആയിട്ടുള്ള ഗ്യാപ്പ് വന്നാൽ അതിനർത്ഥം കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഹാബിറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. ഹാബിറ്റ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്യാപ്പ് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഡേ എനർജി കുറവുള്ള അല്ലെങ്കിൽ ബിസി ഡേ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ഡേ ആയിരിക്കാം. ഒറിജിനൽ ആയിട്ടുള്ള ഗ്യാപ്പ് വന്നാൽ അറ്റോമിക് ഹാബിറ്റ്സിൽ ആ 4 ഫ്രെയിം വർക്കിൽ ഏതെങ്കിലും ഫ്രെയിം വർക്ക് ഈ പെർട്ടിക്കുലർ ഹാബിറ്റിൽ വർക്ക് ആവുന്നില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നില്ലേ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്യാപ്പ് വന്നാൽ ആ ഡേന്റെ പ്രശ്നമാണ്. ഇനി മൊത്തത്തിലൊരു ഗ്യാപ്പ് വലിയ രീതിയിൽ വന്നാൽ മൊത്തത്തിലൊരു ഹാബിറ്റ് ബിൽഡ് ആവുന്നത് എങ്ങനെയാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇതാണ് എൻ്റെ റൂമിൽ ഞാൻ എന്നും കാണുന്ന ഒരു ഭാഗത്ത് ഒട്ടിച്ച എൻ്റെ ഹാബിറ്റ് ട്രാക്കർ. 2025 ഫെബ് ആയപ്പോഴേക്കും എൻ്റെ ഒരു ഹാബിറ്റ് ട്രാക്കർ എടുത്തു നോക്കിയാൽ ആൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ദിവസം ഒരു ഗ്യാപ്പ് വന്നു, വേറൊരു ദിവസം ഒരു ഗ്യാപ്പ് വന്നു. ഈ 2 ഗ്യാപ്പ് ഇല്ലാത്ത ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിൽ മാർച്ചിലേക്ക് എത്താൻ നേരത്ത് ചില ഹാബിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈപ്പിംഗ് എന്നുള്ള ഹാബിറ്റ് ഞാൻ കൺട്രോൾ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഈ 2 ചെയ്തിട്ടേ ഇല്ല. ഇതിൽ പവർഫുൾ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹാബിറ്റിന്റെ പരിണിത ഫലമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മേക്ക് ഇറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡിംഗ് എന്നുള്ള ഹാബിറ്റ് നൽകി. എന്നും ഞാൻ റെക്കോർഡ് ചെയ്യും. ഈവൻ ദോ ഞാൻ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും പബ്ലിഷ് ചെയ്തില്ലെങ്കിലും എഡിറ്റ് ചെയ്തില്ലെങ്കിലും റെക്കോർഡ് ചെയ്യും. ഡെയിലി റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനുശേഷം എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈസി ആക്കിയതുകൊണ്ട് ഈ ഹാബിറ്റ് നടന്നുകൊണ്ട് പോകുന്നു. അതിന് ശേഷം ഇത്രയും കണ്ടന്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.